ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ലീവ് വെട്ടണാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ലീവ് വെട്ടാനായിട്ട് രണ്ടാക്കി മടക്കേണ്ട ഒരു കൈയാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പം അതിൻ്റെ സ്ലീവിൻ്റെ നീളം നമുക്കൊരു 12 എടുക്കാം. 12 പ്ലസ് 1.5 കൂടെ ചേർത്ത് ഒരു 13 എടുത്തിട്ടുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴേക്ക് വീതി, കൈയിൻ്റെ വീതി താഴേക്ക് താഴേക്കൊരു വീതി, കൈയിൻ്റെ വീതി നമുക്കൊരു 8 എടുക്കാം. അതിൽ കൂടെ 1.5 കൂടെ ചേർത്ത് 9 എടുത്തിട്ടുണ്ട് കേട്ടോ. 8 കൂടെ അടയാളപ്പെടുത്തി 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 8 അടയാളപ്പെടുത്തി കൊടുക്കുന്ന ഒരു 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇതാണ് കുഴിക്കുന്ന ഭാഗത്തിൻ്റെത്. അപ്പോൾ ഇവിടെ ഒരു 3 അടയാളപ്പെടുത്താം. ഒരു മീഡിയം ആണുള്ളവർക്കൊക്കെ ഈ അളവ് മതിയിട്ട് ഒരു 3 അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 കൂടെ ആഡ് ചെയ്യും. സ്ലീവ് അതാണ് തയ്യൽ തുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇടാട്ടത് ഒരു 1.5. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു വര വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കാം. ഇനി ഇതിൻ്റെ പകുതി നമ്മൊരു 8.5 ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 4.25 നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു 4.25 അടയാളപ്പെടുത്താം. ഇത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ചിൽ തുടങ്ങി ഇങ്ങനെ അവസാനിപ്പിക്കുക. ഈ മൂലയെ തുടങ്ങിയത് ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം തുടങ്ങാൻ. ഒരു 4 ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് കുഴിച്ചിവിടേക്കും അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് നമ്മുടെ 12 എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒരു 1.5 കൂടെ ആഡ് ചെയ്ത് ഒരു 13.5 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള വീതി എനിക്കൊരു 5.5 മതി. 5.5 കൂടെ ഒരു 1.5 കൂടെ ആഡ് ചെയ്തിട്ടൊരു നമുക്കൊരു 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇനി തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 7.5 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിവിടെ വരച്ചിട്ടില്ലേ, ഇവിടേക്ക് നമ്മൾ വരച്ചിട്ട് നമ്മുടെ 8.5 8ഉം 1.5 കൂടെ 8 9 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒരു വര വേണം, അത് വരച്ചു കൊടുക്കുക. ഇനി ഇവിടേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത് 5.5 എടുത്തില്ലേ കൈയിൻ്റെ വീതി, താഴത്തെ വീതി. അപ്പോൾ അവിടേക്കൊരു വര വരച്ച് കൊടുക്കുക. ഇനി ഇവിടേക്കും തയ്യൽ തുമ്പുകളിൻ്റെ ഇവിടെ വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അളവ് കറക്റ്റ് ചെയ്താക്കിയിട്ട് വെട്ടുക. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് താഴത്തെ അളവ് ആദ്യം വെട്ടി മാറ്റാം. കറക്റ്റ് വരയുമ്പോൾ കൂടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. നമ്മളിത് വെട്ടിയിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ് കറക്റ്റിൽ ചേച്ചൊക്കെ കൊടുത്ത് വെട്ടാം കേട്ടോ. വെട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലൗസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് നമുക്കിനി ഇത് തയ്ക്കുമ്പോഴേ സെൻറ്ററിൽ തന്നെ വരാൻ നമുക്കിവിടെ ജസ്റ്റ് ഒരു കട്ട്. അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ളതാണ് കേട്ടോ ബ്ലൗസ്. ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് വരയുമ്പോൾ കൂടെ ഒക്കെ വെട്ടാം. ഇവിടെ കുഴിച്ചൊരു 4 ഇഞ്ച് വീതം അങ്ങനെ വെട്ടിയിട്ട് വേണം മാറ്റാനായിട്ട്.
എന്തായാലും സംശയിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.